നിന്നെപ്പോലെ ദുർബലയായ ഒരു പെണ്ണിനെ കൊല്ലണമെന്ന് ഞങ്ങൾക്കൊരു താല്പര്യവുമില്ല. അതിനുവേണ്ടി ഞങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നത് ലക്ഷങ്ങളാണ്. ആ പണത്തിനോടുള്ള നന്ദി കാണിച്ചേ പറ്റൂ. ആരുടെ കൊട്ടേഷൻ തന്നത് പറ. മാർക്കോ, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. കണ്ണേട്ടന്റെ കാര്യം എന്തായെന്ന് അറിയില്ല. കണ്ണേട്ടൻ ഇപ്പൊ വിഷമിക്കുന്നുണ്ടാവും. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. നീയൊക്കെ ആരെങ്കിലും പരിചയമുള്ളവരെ വിളിക്കടാ. അവര് നിന്നെയൊക്കെ വാരിയെടുത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ നീയൊക്കെ ഇവിടെ കിടന്ന് വേദന എടുത്ത് പൊളഞ്ഞ് മരിക്കും. വാ. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ജയബാല. ഒരു വല്ലാത്ത ഒത്തുചേരല മഹാലക്ഷ്മിയും കണ്ണനും തമ്മിൽ നടന്നിരിക്കുന്നത്. മഹാലക്ഷ്മിയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയെന്ന് കണ്ണൻ സ്വപ്നം കണ്ടത് ഏതോ ഒരു ശക്തിയുടെ സ്വാധീനം കൊണ്ടാ. ആ ഭയത്തിലാണ് അയാൾ നടന്നു തുടങ്ങിയത്. പക്ഷേ ഇവിടെ സ്വപ്നം ശരിയായി വന്നിരിക്കുക. ഇനി സ്വപ്നത്തിൽ കണ്ടതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ സാറേ? അതുകൊണ്ടാണ് ഞാൻ പോലീസിനെ വിളിച്ചതും മാർക്കോയെ വിളിച്ചതും. അത് മഹാലക്ഷ്മിയല്ലേ ജയബാല? അതെ. എവിടെയായിരുന്നു മോളെ നീ? എങ്ങോട്ടാ പോയത്? എന്നെ ചില ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടു പോയതായിരുന്നു. അവരെന്നെ കൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും മാർക്കോ എത്തി. പഴയ പോലെ തന്നെ എന്നെ രക്ഷിച്ചു. അല്ല, കണ്ണേട്ടൻ എങ്ങനെയുണ്ട് സാർ? എടോ ജയബാല, ഞാൻ പറഞ്ഞില്ലേ, ദൈവം കൂട്ടിയോജിപ്പിച്ചവരെ ദൈവത്തിനല്ലാതെ നമ്മൾ മനുഷ്യർക്ക് വേർപെടുത്താൻ പറ്റില്ല. അതറിയാത്തവരാണ് കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാനായി പരക്കം പായുന്നത്. താനൊരു കാര്യം ചെയ്യും, കണ്ണനോട് പോയി പറ അയാൾ കാത്തിരിക്കുന്ന അയാളുടെ പ്രിയപ്പെട്ട ഭാര്യ എത്തിയെന്ന്. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. അത് വരട്ടെ, നമുക്ക് കാണാം. ജയബാല, താൻ ആദ്യം ചെല്ല്. എന്താ സാറേ, കണ്ണേട്ടന് എന്തെങ്കിലും ചെറിയ മാറ്റമുണ്ടോ? തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങൾ തമ്മിൽ കാണും.
പിന്നെ കണ്ണൻ എന്ത് സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ.